عليكم ورحمة الله. الحمد لله والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين أما بعد. സഹോദരങ്ങളെ, നമ്മുടെ ഹജ്ജിലേക്കുള്ള ദൂരം വളരെ കുറഞ്ഞു വരികയാണ്. നമ്മൾ ഇന്നലെ ഇഹ്റാമിലേക്ക് പ്രവേശിച്ചു. നമ്മുടെ ഹജ്ജ് മബ്രൂറാകണം എന്ന ചിന്തയോടുകൂടിയായിരിക്കണം നമ്മൾ ആ ഇഹ്റാമിൽ കഴിഞ്ഞുകൂടേണ്ടത്. ഹജ്ജുൻ മബ്രൂർ എന്ന് ധാരാളമായി കേൾക്കാറുണ്ട്. മബ്രൂറാവുക എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് 3 കാര്യങ്ങളാണ്. അത് നമ്മൾ നമ്മുടെ ആ ഹജ്ജ് വേളകളിൽ പ്രത്യേകിച്ച് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം. അത് ഒന്നാമത്തേത് അല്ലദീ ലം യുഖാലിത്തുഹു ഇസ്മുൻ എന്നാണ്. ഒരു പാപവും പറ്റാതെ ഹജ്ജായിരിക്കണം. ഒരു പാപവും അതിൽ കൂടിക്കലരരുത്. ഈ ദിവസങ്ങൾ നമ്മൾ വളരെ വിജിലൻ്റ് ആയിരിക്കണം എന്നർത്ഥം. ഇഹ്റാം ചെയ്തത് മുതൽ ഇഹ്റാമിൽ നിന്ന് നാം വിരമിക്കുന്നത് വരെ ഉള്ള ദിവസങ്ങൾ മറ്റുള്ള ദിവസങ്ങളെക്കാൾ നമ്മൾ വിജിലൻ്റാണ്. ഒരു തിന്മയും വരാതെ അത് നമ്മൾ വളരെ ശ്രദ്ധിക്കണം. അതുകൊണ്ടാണ് ഹജ്ജിനെക്കുറിച്ച് അള്ളാഹു പറഞ്ഞല്ലോ, അതിൽ എന്തില്ല, ലാ റഫസ വലാ ഫുസൂഖ വലാ ജിദാല ഫിൽ ഹജ്ജ്. ഈ 3 കാര്യങ്ങളാണ് യഥാർത്ഥത്തിൽ നമ്മളെ പാപങ്ങളിൽ എത്തിക്കുക. റഫസ്, ഫുസൂഖ്, ജിദാൽ. ഇത് 3 ഹജ്ജിലില്ല. റഫസ് എന്ന് പറഞ്ഞാൽ സ്ത്രീ പുരുഷ ലൈംഗികതയുടെ അങ്ങേയറ്റമാണ്. അത് ഹജ്ജിലില്ല. അത് നമ്മൾ പറഞ്ഞല്ലോ, ഹജ്ജ് കഴിയുന്നത് വരെ, ഇഹ്റാമിലേക്ക് പ്രവേശിച്ചാൽ ഇഹ്റാമിൽ നൊഴിയുന്നത് വരെ സ്ത്രീ പുരുഷ ലൈംഗികതകളില്ല. അത് അനുവദിച്ച ലൈംഗിക ബന്ധങ്ങൾ പോലും പാടില്ല. ഫുസൂഖ് എന്ന് പറഞ്ഞാൽ അത് ഒരിക്കലും ശുദ്ധിയാക്കാൻ പറ്റാത്ത വിധം അഴുക്കിൽപ്പെടുന്നതിനാണ് ഫുസൂഖ് എന്ന് പറയുന്നത്. ഫുസൂഖ് നമ്മൾ ഇൻഷാ അല്ലാഹ് മദീനയിലേക്ക് വരുമ്പോൾ, മദീനയിൽ നമ്മൾ ഈ ഈത്തപ്പഴ തോട്ടം സന്ദർശിക്കും. അപ്പോൾ ഞാൻ നിങ്ങൾക്കൊരു ഈത്തപ്പഴം കാണിച്ചു തരും. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്താ ഫുസൂഖ്. ആ ഈത്തപ്പഴത്തിൻ്റെ പേര് ഫിസ്ഖ് എന്നാണ്. അതെന്താണെന്ന് ചോദിച്ചാൽ, അത് പഴുത്ത് അതിങ്ങനെ പാകമാകുമ്പോൾ ആ ഈത്തപ്പഴത്തിൻ്റെ ചുറ്റും ഈ വല കിട്ടും. എന്തിനാണെന്നറിയാം? അത് നിലത്ത് വീണ് മണലിലേക്കായാൽ അത് ശുദ്ധിയാക്കാൻ കഴിയില്ല. മനസ്സിലായി പറയണം? അത് ശുദ്ധിയാക്കാൻ കഴിയില്ല. കാരണം അത്രയും അതിൽ ഈ മണലും ഇതൊക്കെ എന്താവും, പറ്റിപ്പിടിക്കും. അത് ശുദ്ധിയാക്കാൻ ശ്രമിച്ചാൽ പിന്നെ എന്തേ കിട്ടൂ? കുരു മാത്രമേ കിട്ടൂ. ഇതാണ് സത്യത്തിൽ ഫുസൂഖ്. ഫാസിഖ് എന്നുള്ള പദം നമ്മൾ ഖുർആനിൽ ധാരാളം നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും. അതിൻ്റെ ഒറിജിനൽ ആശയം അതാണ്. അത് പാടില്ല. അഥവാ ഒരു രൂപത്തിലും ശുദ്ധിയാക്കാൻ കഴിയാത്ത രീതിയിലുള്ള തിന്മയുമായി നാം എന്താകരുത്, നമ്മളെ പറ്റിപ്പിടിക്കരുത് ഹജ്ജിൽ. മനസ്സിലായോ? 3-ാമത്തേത് വലാ ജിദാല എന്നാണ്. തർക്കമില്ല ഹജ്ജിൽ. പരമാവധി നമ്മൾ ജീവിതത്തിൽ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് അതാണ്. ഈ ഹജ്ജിലുള്ള 3 കാര്യങ്ങളും, ഹജ്ജിൻ്റെ ഈ സൂക്ഷ്മത, ഇത്ര വിജിലൻ്റായി ഹജ്ജിൽ ഇത്ര ദിവസം നിങ്ങൾ ഇങ്ങനെ ജീവിക്കണം എന്നൊക്കെ പറയണത് എന്തിനാന്ന് ചോദിച്ചാൽ, നമ്മളന്നാ ട്രെയിൻ ചെയ്യുക. ശരിക്കുള്ളൊരു പരിശീലനം അല്ലാഹു നമുക്ക് തരികയാണ്. മനസ്സിലായി? അപ്പോൾ അതാണ് ഹജ്ജുൽ മബ്രൂർ എന്ന് പറഞ്ഞാൽ 1-ാമത്തെ കാര്യം അതാണ്. അത് നമ്മൾ ശരിക്കും ശ്രദ്ധിക്കുക. ഇഹ്റാം ചെയ്തത് മുതൽ വളരെ സൂക്ഷ്മത, അങ്ങേയറ്റത്തെ സൂക്ഷ്മത. ഒരു സാധനത്തുമ്പോൾ തൊടുന്നത് പോലും നമ്മൾ വളരെ ശ്രദ്ധിച്ചു വേണം. ഒരു വെള്ളം നമ്മൾ കുടിക്കാനെടുക്കുമ്പോൾ അത് ശ്രദ്ധിച്ച് കുടിക്കണം. ഒരുപാട് ശ്രദ്ധിക്കാനുണ്ട്. ഒന്നത് നമുക്ക് ഹലാലാണോ ശ്രദ്ധിക്കണം. ആ വെള്ളം കുടിക്കുമ്പോൾ നമുക്ക് നമ്മുടെ ഉള്ളിലേക്ക് അള്ളാഹു വരുന്നുണ്ടോ ശ്രദ്ധിക്കണം. ബിസ്മി വരണം. അതാണ്. അത് കുടിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ആ വെള്ളം കൈ കൊണ്ട് നമ്മൾ നമ്മുടെ വായിൽ വെച്ച് ആ വെള്ളം കുടിച്ച് അത് നമ്മുടെ സിരകളിലൂടെ ഇങ്ങനെ പോകുന്നത് നമ്മൾ അറിയണം. ശരിക്കറിയണം.
അനുഭവിക്കണം ഒരു ഗ്ലാസ് വെള്ളം കുടിക്കും. ഇനിയൊക്കെ നമ്മളങ്ങനെ ആകണം കേട്ടോ. ഇത് ഹജ്ജിൽ മാത്രമല്ല, ഇനിയൊക്കെ അങ്ങനെ ആകണം. അപ്പോൾ നമുക്ക് കുറച്ച് ഭക്ഷണം മതിയാവും, കുറച്ച് വെള്ളം മതിയാവും. അനുഭവിച്ചിങ്ങനെ പോകണം, അനുഭവിച്ച് പോകണം. ഓരോ ഭക്ഷണവും കഴിക്കുമ്പോൾ അത് ഫുള്ള് അനുഭവിക്കണം. അതിൻ്റെ ടേസ്റ്റ് ഫുള്ള് നമുക്ക് കിട്ടും, ഭയങ്കരമായിട്ട് കിട്ടും. അത് അനുഭവിക്കണം. ആ അനുഭവത്തിൻ്റെ സാക്ഷ്യമാണ് അവസാനം അൽഹംദുലില്ലാഹ് അല്ലദീ റസഖനി ഹാദാ മിൻ ഗൈരി ഹൗലിൻ മിന്നി വലാ ഖുവ്വ എന്ന് പറയുമല്ലോ. അതതിൻ്റെ സാക്ഷ്യമാണ്. ഞാനിതാ അനുഭവിച്ചു സാക്ഷിയാണ്. അള്ളാഹിനോട് പറയാം. ഭയങ്കര ഏറ്റവും രസകരമായ പ്രാർത്ഥനയാണത്. അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ്. അതെന്താ കാരണം വെച്ചാൽ ഫുൾ എൻജോയ് ചെയ്യും. അതാണ് അനുഭവമാണ് ഇബാദത്ത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അനുഭവമാണ് ഒരു വിശ്വാസിയുടെ മുഴുവൻ ജീവിതവും. നിങ്ങൾ അങ്ങനെ ഒരു ജ്യൂസ്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ജ്യൂസ് നിങ്ങൾക്ക് കിട്ടിയെന്ന് വെക്കുക, വളരെ ഇഷ്ടപ്പെട്ട, അതെങ്ങനെ കുടിക്കുക? ഒറ്റ മുറുക്കിന് കുടിച്ച് തീർക്കുമോ? ഇല്ല, പയ്യെ പയ്യെ അല്ലേ, പയ്യെ പയ്യെ കുടിച്ച് അനുഭവിച്ച് ആസ്വദിച്ച് അങ്ങനെ അവസാനം അത് നമ്മുടെ എല്ലാ ശിരകളിലും എത്തി. നമുക്ക് ആ ജ്യൂസ് കുടിച്ചപ്പോൾ കിട്ടിയ ഒരു ഉന്മേഷം സുബ്ഹാനല്ലാഹ്. അപ്പോൾ നമ്മൾ പറയും, അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ വരണം, വിരിയണം. അതാണ് ഹജ്ജ് നമ്മളെ പഠിപ്പിക്കുന്നത്. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്. ആ അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞാൽ അതൊരു ഭയങ്കര സംഭവം. അൽഹംദുലില്ലാഹ് അല്ലെങ്കിലും ഭയങ്കര സംഭവം. നമുക്ക് പിന്നെ എപ്പോഴെങ്കിലും പറയാൻ ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഒന്നാമത്തേത് അതാണ്. രണ്ടാമത്തേത് നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം, ഹജ്ജ് കബൂലാക്കണമല്ല. ഹജ്ജ് മഖബൂലായാലേ മബ്റൂറാണ്. മനസ്സിലായി? മഖബൂലാകണം, അഥവാ സ്വീകരിക്കപ്പെടുന്ന ഹജ്ജാകണം. അതിനുള്ള എല്ലാ സംഗതികളും നമ്മൾ ചെയ്തു വെച്ചു. ഇനി ബാക്കി അള്ളാഹിൻ്റെ അടുത്താണ്. മനസ്സിലായി? നമ്മൾ ഇന്നലെ പറഞ്ഞ് അതിൻ്റെ അവസാനത്തതായിരുന്നു എന്ത്? ഇഖ്ലാസ് വേണം, സുന്നത്തോടു കൂടിയായിരിക്കണം. അഥവാ രണ്ട് സംഗതികളാണ് കബൂലാക്കാൻ പ്രത്യക്ഷത്തിലുള്ളത്. ഒന്ന് ഇഖ്ലാസാണ്, അത് നമ്മുടെ ഹൃദയത്തിലാണ്. നമ്മൾ ഇന്നലെ അതിനാണത് പറഞ്ഞു കേട്ടോ. രണ്ടാമത്തേത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇവിടെ സുന്നത്തനുസരിച്ചായിരിക്കണം, നബി ചെയ്തനുസരിച്ചായിരിക്കണം. നമുക്കിഷ്ടമുള്ള മാതിരി ആകരുത് എന്നർത്ഥം. മനസ്സിലായില്ലേ? ഹജ്ജിൻ്റെ കാര്യത്തിൽ ചെറിയൊരു വിശാലത നബി തന്നിട്ടുണ്ട്, അത് സുന്നത്താണ്. ചെറിയൊരു വിശാലത നബി തന്നിട്ടുണ്ട്, അതെന്താണ്? സുന്നത്താണ്. മനസ്സിലായി? ഒരു ഉദാഹരണം ഞാൻ പറയാം. ഞാൻ നിങ്ങളോട് ആദ്യം പറയണ്ടേ, ഹജ്ജ് ഒരു പ്രയാസയായി ആരും തോന്നരുതേ. ഇതൊരു രസമാണ്, അങ്ങനെ കരുതിക്കോ. ഒരു ഹരമുള്ള യാത്രയാണ് നമ്മൾ. മനസ്സിലായില്ലേ? അത്രയേ ഉള്ളൂ. ഒരു ത്രില്ല് ഇതിൽ അനുഭവിക്കണം എല്ലാവരും. ആ ത്രില്ല് അനുഭവിക്കാൻ എല്ലാവരും എന്താണ്? റെഡിയാണ്. മനസ്സിലായില്ലേ? എല്ലാവരും ശ്രദ്ധിക്കുക, എല്ലാവരും ശ്രദ്ധിക്കുക. അപ്പോൾ അതിൽ ഇത് മഖബൂലാകാൻ എന്തേ പറഞ്ഞേ? ഹജ്ജിലൊരു ചെറിയ വിശാലത നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനുവദിച്ചിട്ടുണ്ട്. ഉദാഹരണമാണ് ഞാൻ പറയാൻ വന്നത്. ഒരു ഉദാഹരണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറഫയിൽ നിന്ന് മുസ്ദലിഫയിൽ വന്നു. എന്നാ വന്ന്? മാഷാ അല്ലാഹ്. 9-ന് രാത്രി എവിടെ എത്തി? മുസ്ദലിഫയിൽ. നമ്മൾ ഞാൻ ഈ പറയുമ്പോഴൊക്കെ ഈ ദിവസവും നിങ്ങളൊക്കെ എൻ്റെ കൂടെ വേണം കേട്ടോ, അത് എളുപ്പം, പിന്നെ തെറ്റൂല. 10-ന് പുലരുവോളം നബി എവിടെ ഉണ്ട്? മുസ്ദലിഫയിൽ. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യ ഉമ്മു സലമ ഉണ്ടായിരുന്നു നബിൻ്റെ കൂടെ ഹജ്ജിൽ. ഉമ്മു സലമക്ക് പിന്നെ ഭയങ്കരമായ ചില ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉമ്മു സലമ എവിടെ നീ പോയിക്കോ, എന്നിട്ട് കൂടെ പോകാൻ ആളെയും വിട്ടു. എപ്പോൾ? അന്ന് അർദ്ധരാത്രി കഴിഞ്ഞ ശേഷം. ക്ലിയർ അല്ലേ വിഷയം? മനസ്സിലായില്ലേ? ഇതാണ് ഞാൻ പറഞ്ഞത്. ഇതിൽ എന്തുണ്ട്? വിശാലത. ആ വിശാലതയും എന്താണ്? സുന്നത്താണ്. പക്ഷേ ഏറ്റവും ശ്രേഷ്ഠമായത് ആര് ചെയ്തതാ? സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ നമുക്ക് അവിടെയൊക്കെ എന്തുണ്ട്? മനസ്സിലായില്ലേ? അപ്പോൾ മഖബൂലിൽ പ്രധാനം ഇഖ്ലാസാണ്. രണ്ടാമത്തേത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തതുപോലെ നമ്മുടെ കർമ്മങ്ങളാവുക എന്നതാണ്. ആ കർമ്മങ്ങളാവുക എന്നതിലൊരു ചെറിയ വിശാലതയുണ്ട്. മനസ്സിലായല്ലോ പറഞ്ഞ്? ഇനി നിങ്ങൾ അതിൻ്റെ അടുക്ക് നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളൊക്കെ വരികയാണെങ്കിൽ അപ്പോൾ നമുക്ക് ബാക്കി പറയാം ഇൻഷാ അല്ലാഹ്, എങ്ങനെ ആകാം എന്നുള്ളത്. ഹജ്ജിൻ്റെ ഇടയിൽ നബിയോട് ഇതൊക്കെ ചോദിച്ചപ്പോൾ നബി പറഞ്ഞത് ലാ ഹറജ്, ലാ ഹറജ്, ലാ ഹറജ് എന്നാണ്. സാരല്ല, അങ്ങനെ ചെയ്തോ, അങ്ങനെ ചെയ്തോ, അങ്ങനെ ചെയ്തോ എന്ന് പറഞ്ഞിട്ട് ഇതിന് ഭയങ്കര കീറമുട്ടിയായി പ്രയാസമായി ആർക്കും തോന്നണ്ടെന്നർത്ഥം. ക്ലിയർ അല്ലേ? അതാണ് മബ്റൂറാകാനുള്ള രണ്ടാമത്തെ കാര്യം. ഹജ്ജ് എന്തായിരിക്കണം? മഖബൂലായിരിക്കണം എന്നത്. മൂന്നാമത്തേത്
അതാണ് ഇന്നെനിക്ക് നിങ്ങളുടെ ഉള്ളിലെത്തിക്കാനുള്ള വിഷയം. ഞാൻ ഒരുപാട് നേരം ഇരുന്ന് ആലോചിക്കണം, സുബഹിക്ക് ശേഷം ഇരുന്ന് ആലോചിക്കുന്നുണ്ട് എങ്ങനെയാണ് ഇത് എത്തിക്കുക എന്നുള്ളത്. അതെന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ ഹജ്ജിന് പോകുമ്പോഴുള്ള അള്ളാഹുവുമായുള്ള ബന്ധം, അള്ളാഹുവുമായുള്ള അവസ്ഥ, അത് ഹജ്ജിൽ നിന്ന് തിരിച്ചു പോരുമ്പോൾ അതിനേക്കാൾ ഘനഗംഭീരമായിരിക്കണം. അതാണ് മബ്റൂർ. ഹജ്ജിന് പോകുമ്പോൾ അള്ളാഹുമായിട്ടുള്ള ബന്ധം, ഇപ്പം തന്നെ നമ്മളൊരു നല്ല ബന്ധം നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടല്ലോ അല്ലേ? നമുക്കൊരു ധൈര്യമല്ലേ ഇപ്പം ഞാനിങ്ങനെ അള്ളാഹുവിനോട് ചോദിക്കാം എന്നൊക്കെ ഒരു ധൈര്യം വന്നില്ലേ അല്ലേ? പണ്ട് നമ്മൾ മുസ്ലിയാരോടോ മൗലവിനോടാണ് എന്ത് എനിക്ക് വേണ്ടി ദുആ ചെയ്യണമെന്ന് പറഞ്ഞിരുന്നത്. ഇപ്പോഴും നമ്മളതിനെ സ്വയം ചോദിക്കാം എന്നുള്ളൊരു ധൈര്യം വന്നു. അതെപ്പോഴാണ് വരുന്നത്? ഈ കണക്ഷൻ ഒന്നും കൂടി, അല്ലെങ്കിൽ ഞാൻ നിങ്ങളുടെ അടുത്തൊരു കാര്യം പറയാൻ മൂപ്പരോട് പറയല്ലേ ചെയ്യുക, ഒന്ന് നിങ്ങൾ പറയണേ സലാമിൻ്റെ അടുത്ത് ഇങ്ങനെ. ഇപ്പം ഞാൻ നേരെ ചോദിക്കുക, എന്താ കാര്യം? നമ്മൾ ഒന്നിച്ച് ഭക്ഷണം കഴിക്കാൻ തുടങ്ങി, ഒന്നിച്ച് കാണാൻ തുടങ്ങി, അല്ലേ? അള്ളാഹുമായി നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നിങ്ങൾ നിങ്ങളുടെ നാട്ടിലോ അല്ലെങ്കിൽ ദുബായിലോ ഖത്തറിലോ ഒക്കെ ഉണ്ടായിരുന്നതിനേക്കാൾ ശക്തമായ ഒരു ബന്ധം ഇപ്പം ഉണ്ടായില്ലേ? കാരണം എന്താ? നമ്മളിങ്ങനെ അള്ളാഹിൻ്റെ അടുത്തേക്ക് പോവുകയാണ്. അള്ളാഹുവിൻ്റെ വീട്ടിലേക്ക് വിരുന്ന് വന്ന നാം ആ വീട്ടിലേക്ക് അങ്ങനെ പോവുകയാണ് അല്ലേ? ആ വീട്ടിലേക്ക് വരുന്നവരെ നാം കാണുകയാണ്. ഓടി വരികയാണല്ലോ ആൾക്കാർ. നിങ്ങളൊന്ന് നോക്കി, ആ പോണ ആളുകൾ പോകുന്ന പോക്ക് നിങ്ങൾ ആലോചിച്ചു. അപ്പോൾ നമ്മൾ ആഗ്രഹിക്കുകയാണ് അവർ പോകുന്നേക്കാൾ സ്പീഡിൽ ഞാൻ പോകണം, എനിക്ക് മുമ്പിലെത്തണം. അതാണ് നമ്മൾ എത്ര നേരത്തെ എണീറ്റ് പോകണത്. സോ ആരെ കാണാൻ, എന്തിന്? സുബ്ഹാനല്ലാഹ്. മനസ്സിലായില്ലേ? അപ്പോൾ കണക്ഷൻ എന്തായി? കുറച്ചുകൂടി അടുത്തല്ലേ? ചോദിക്കാം എന്നുള്ള ധൈര്യം വന്നോ അല്ലേ? ആ ധൈര്യം ശക്തമാകണം. ശക്തമായി 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 എവിടെ എത്തണമെന്ന് ചോദിച്ചാൽ, അല്ലാഹു തആല എത്താനുള്ള എങ്ങനെ എത്തണം എന്ന് പറഞ്ഞത് വനഹ്നു അഖ്റബു ഇലൈഹി മിൻ ഹബ്ലിൽ വരീദ്. അവൻ്റെ ജീവനാഡിയേക്കാൾ, മനുഷ്യൻ്റെ ജീവനാഡിയേക്കാൾ നാമാണ് അവൻ അടുത്തത്. പോരാ, ഇന്നി ഖരീബ് ഉജീബു ദഅവത ദാഇ ഇദാ ദഅ. ഇന്നി ഖരീബ്, ഞാനാണ് അവൻ്റെ ഏറ്റവും അടുത്തത്. എന്താ ഏറ്റവും അടുത്തതിൻ്റെ അടയാളം? അവൻ എന്ത് ചോദിച്ചാലും ഞാൻ നൽകും. സുബ്ഹാനല്ലാഹ്. എല്ലാവരും ശ്രദ്ധിക്കുക. അതിനാണ് ഞാൻ ആദ്യം തന്നെ അള്ളാഹിനെ പറ്റിയുള്ള അള്ളാഹുവിനോടുള്ള സ്നേഹത്തെക്കുറിച്ച് പറഞ്ഞു തന്നത്. ആ സ്നേഹം ശക്തമാകുമ്പോൾ അടുപ്പം ശക്തമാകും. മനസ്സിലായില്ലേ? ഇത് നമ്മൾ ചിന്തിക്കുക. ഇതാണ് മബ്റൂർ എന്നതിൻ്റെ ഏറ്റവും മനോഹരമായ വശം. നമ്മളെല്ലാവരും ചിന്തിക്കുക, ഇന്ന് ഞാൻ എൻ്റെ റബ്ബുമായുള്ള അവസ്ഥ എന്താണ്? ആലോചിക്കുക എല്ലാവരും. എന്താ ഹജ്ജ് കഴിഞ്ഞ് വരുമ്പോൾ ആ അവസ്ഥ, ആ ബന്ധം, ആ ഹാൽ ഭയങ്കര അടുപ്പുള്ളതാണ്. ഭയങ്കര. പിന്നെ നമ്മളൊരൊറ്റ വഖത്ത് നിസ്കാരവും പോവില്ല, മക്കളെ പോവില്ല. ഒറ്റ ഫജറിന് നമ്മൾ എഴുന്നേൽക്കാതിരിക്കൂല. ഒരു അൽഹംദുലില്ലാ പറയാൻ നമ്മൾ വിട്ടുപോകില്ല. ഒരു സുബ്ഹാനല്ലാഹ് എന്ന് പറയുന്നത് നമുക്കൊരു വല്ലാത്ത ആനന്ദം കിട്ടും, ആശ്വാസം കിട്ടും. ഇതാണ്, ഇതിലേക്ക് എത്തണം. ഇതാണ് ഹജ്ജുൽ മബ്റൂർ. മനസ്സിലായല്ലോ എല്ലാവർക്കും? ഇതിലൊന്നും നിങ്ങൾക്ക് മനസ്സിലാകാതെ പോകരുതേ. ഒന്നും മനസ്സിലാകുക എന്നുള്ളതുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത് സ്കൂളിൽ നിന്ന് മാഷ് ചോദിച്ചിരുന്ന മനസ്സിലായില്ല എന്നുള്ളതല്ല. നമ്മുടെ ഹൃദയത്തിലേക്കത് എത്തണം. ഈ 3 സംഗതികൾ വേണം. ഹജ്ജുൻ മബ്റൂറാകാൻ 3 സംഗതികൾ വേണം. അതിലവസാനത്തേത് ഭയങ്കര ശക്തമാണ്. അത് ശക്തമായി കഴിഞ്ഞാൽ സുബ്ഹാനല്ലാഹ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, അല്ലാഹു തആല ഒരു ഖുദ്സിയായ ഹദീസിൽ പറഞ്ഞു, പിന്നെ ഞാൻ അവൻ്റെ കണ്ണാകും, ഞാൻ അവൻ്റെ കേൾവിയാകും, ഞാൻ അവൻ്റെ കൈയാകും, ഞാൻ അവൻ്റെ കാലാകും എന്നൊക്കെ പറഞ്ഞില്ലേ. ആരാ ഞാൻ? അല്ലാഹ്. സുബ്ഹാനല്ലാഹ്. ആലോചിച്ചു, എന്താ അങ്ങനെ ഞാൻ അവൻ്റെ കണ്ണാകും എന്ന് പറഞ്ഞാൽ? പിന്നെ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ടത് കാണാനേ നമുക്ക് കഴിയൂ. അല്ലാത്തത് കാണുമ്പോഴേക്ക് എന്താ, നമ്മുടെ കണ്ണ് താഴ്ന്നു പോകും. ഖുർആൻ്റെ പ്രയോഗം അതല്ലേ, യഗുദ്ദൂ മിൻ അബ്സാരിഹിം. അള്ളാഹ് എന്ന് പറഞ്ഞാൽ അടുത്തുന്നു പോകും. കേൾക്കൂല നമ്മൾ. അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്തത് പിന്നെ കേൾക്കാൻ നമുക്ക് കഴിയില്ല. ഒരു വെറുപ്പ് കണ്ടു വരും. തൊടൂല നാം.
അള്ളാഹ്ക്ക് ഇഷ്ടമല്ലാത്തൊരു സ്ഥലത്തേക്ക് നമ്മൾ പോകില്ല. അതാണ് സുബ്ഹാനല്ലാഹ്. അപ്പോഴാണ് അള്ളാഹു പറഞ്ഞ സമ്മാനം നമുക്ക് കിട്ടുക. ഏത്? സ്വർഗം. അതാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇങ്ങനെ നമ്മൾ മാറിയാൽ, ഞാൻ ഹദീസ് ഒന്ന് ആലോചിച്ച് നോക്കൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ഉമ്മ പ്രസവിച്ച കുഞ്ഞിനെ പോലെ ആകുന്നുണ്ട്. ആയില്ലേ? ആവൂല്ലേ? അതാണ്. അതുകൊണ്ടാണ് ഞാൻ ആദ്യം മുതലേ പറഞ്ഞത്, ഒരിക്കലും അതൊരു മെൻ്റൽ സ്റ്റാറ്റസ് അല്ല, മനുഷ്യൻ്റെ മാനസികാവസ്ഥയല്ല, അത് ശാരീരികാവസ്ഥയാണ്. ശാരീരികമായി തന്നെ നമ്മളെന്തായി? ഉമ്മ പ്രസവിച്ചപ്പോഴുള്ള കുഞ്ഞിനെ പോലെയായി. ഈ പ്രായമൊന്നും ഉണ്ടാവില്ല. തിരിച്ചു വരുമ്പോൾ, ഹജ്ജ് കഴിഞ്ഞ് വരുമ്പോൾ മുഖം മാറും, ഒക്കെ മാറും. അത് നിങ്ങൾ ശരിക്കും നോക്കിയാൽ, ആ ചിന്തയോടുകൂടി നിങ്ങൾ ഈ മിററിലേക്ക് നോക്കിയാൽ ശരിക്കത് കാണും. ഉറപ്പായ സുരക്ഷയിൽ അല്ലാഹു തആല ആ വിഭാഗത്തിൽ നിന്ന് ഉൾപ്പെടുത്തുമാറാണ്. നോക്കൂ, നമ്മളിപ്പം ഇഹ്റാം ചെയ്തല്ലോ അല്ലേ? ഇഹ്റാം ചെയ്ത് നമ്മൾ തൽബിയത്ത് ചൊല്ലിക്കൊണ്ടാണ് മിനയിലേക്ക് പോകുന്നത്. തൽബിയത്ത് എന്താ എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഞാനത് പറയുന്നില്ല, വിശദീകരിക്കുന്നില്ല. നോക്കൂ, ഹജ്ജിലെ ഏറ്റവും പുണ്യമുള്ള ദിക്ർ തൽബിയത്താണ്. ഏറ്റവും പുണ്യമുള്ള. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികളെ പ്രേരിപ്പിച്ചു അത് ഉറക്കെ ചൊല്ലാൻ. നമ്മുടെ ശബ്ദം, നമ്മുടെ തൽബിയത്തിൻ്റെ ശബ്ദം എവിടെയൊക്കെ കേൾക്കുന്നുവോ അവരൊക്കെ നമുക്കെന്തായിരിക്കും? സാക്ഷി നിൽക്കും. ഒക്കെ അതെന്തായിരുന്നാൽ. ഇങ്ങോട്ടിരുന്നു, ഇങ്ങോട്ട് അടുത്തേക്ക്, ഇങ്ങോട്ടിരുന്നു. എല്ലാം അതാണ് അതിൻ്റെ അത്ഭുതം. അത് അത്ഭുതം. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതുപോലെ സഹാബത്ത് നബിയുടെ കൂടെ ഹജ്ജിന് വന്നു. ഒരു ഹജ്ജല്ലേ ചെയ്തു. അപ്പോൾ ഹജ്ജിന് വേണ്ടി ഒരുങ്ങി പുറപ്പെടുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, അയ്യുൽ അഅ്മാലി അഫ്ദൽ, ഞങ്ങൾക്ക് ചെയ്യാനുള്ള ഹജ്ജിൽ ഏറ്റവും ശ്രേഷ്ഠമായ കർമ്മം ഏതാണ് എന്ന്. നബി തിരുമേനിയുടെ മറുപടി, അൽ ഹജ്ജു വസ്സജ്ജു. അൽ ഹജ്ജു വസ്സജ്ജു. ഹജ്ജല്ല കേട്ടോ, ഹജ്ജ്. ഹജ്ജ് എന്ന് പറഞ്ഞാൽ റഫഉ സൗതി ബിത്തൽബിയ. റഫഉ സൗതി ബിത്തൽബിയ, ഉറക്കെ തൽബിയത്ത് ചൊല്ലൽ. അത് കേൾക്കണം, അന്തരീക്ഷം മുഴങ്ങണം, എല്ലായിടത്തും കേൾക്കണം. മനസ്സിലായില്ലേ? ഉറക്കെ നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ, ഉറക്കെ പറയുമ്പോൾ എന്താണ്? ഉറക്കെ പറയുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ളതാണല്ലോ, ഉള്ളിലുള്ളത് പുറത്ത് നമ്മൾ എന്താണ് പ്രഖ്യാപിക്കുക. മനസ്സിലായി? നമ്മളെപ്പോഴും ചിന്തിക്കണം, എന്തിനാണ് അത് ഉറക്കെ പറയുന്നത്? നമ്മുടെ നാട്ടിൽ രാഷ്ട്രീയക്കാർ മുദ്രാവാക്യം വിളിക്കണം, നിങ്ങൾ കേട്ടിട്ടില്ലേ? ഉറക്കെ വിളിക്കൂലേ? അല്ലേ? ആ വിളിക്കുമ്പോൾ എന്താണുള്ളത്? സന്തോഷമുണ്ട്, ആഹ്ലാദമുണ്ട്. സന്തോഷത്തിൻ്റെ മുദ്രാവാക്യമാണ്. നമുക്കിത് സന്തോഷത്തിൻ്റെ മുദ്രാവാക്യമാണ് തൽബിയത്ത്. അള്ളാഹു നമ്മളെ വിളിച്ചു വരുത്തിയ സന്തോഷത്തിൻ്റെ മുദ്രാവാക്യം. അള്ളാഹുവിൻ്റെ ആതിഥേയത്വം സ്വീകരിക്കാൻ അനുഗ്രഹം ലഭിച്ച സന്തോഷം. അതാണ്. അതുകൊണ്ടാണ് ആ മുദ്രാവാക്യത്തിൽ ഏറ്റവും കൂടുതലുള്ളതെന്താ? ആ വിളിച്ചതിന് നമ്മുടെ പ്രസൻറ്റ് ബോധിപ്പിക്കലാണ്. ലബ്ബൈക്ക് എന്ന് പറഞ്ഞാൽ അതാണ്. ലബ്ബൈക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് ഏറ്റവും ഉന്നതനായ ആളോട് നാം ഉണ്ട് എന്ന് പറയൽ ലബ്ബൈക്കാണ്. ഏറ്റവും ഉന്നതനായ ആളോട്. മനസ്സിലായി? ഇവിടുത്തെയൊക്കെ രാജാക്കന്മാരുടെയൊക്കെ കൊട്ടാരത്തിൽ ജോലി ചെയ്യുന്നവർ മുഹമ്മദ് എന്ന് വിളിച്ചാൽ ഞാൻ നല്ല പറയാം, മറിച്ച് ലബ്ബൈക്ക് എന്ന് പറയും. എന്ന് വെച്ചാൽ രാജാവ് വലിയ അപ്പോൾ അയാളോട് പറയേണ്ട എന്താണ്? അങ്ങനെ ഞങ്ങൾ പറയും ലബ്ബൈക്ക് എന്നല്ല പറയും. ഞങ്ങളുടെ രാജാവിൻ്റെ അടുത്ത് ജോലി ചെയ്യുന്നതാണ്. അപ്പോൾ അതാണ് സംഭവം. ഭയങ്കര. ഇവിടെ നോക്കുക, ലബ്ബൈക്ക് എന്ന് പറഞ്ഞോടുകൂടി നമ്മൾ എന്തായി? അള്ളാഹുവിൻ്റെ മുമ്പിൽ എല്ലാം അടിയറ വെച്ചു. അതാണ് ലബ്ബൈക്ക് അല്ലാഹുമ്മ ലബ്ബൈക്ക് എന്ന് പറയുമ്പോൾ അതാണ് ലബ്ബൈക്ക്. എന്നിട്ട് പറയാം ലാ ശരീക ലക്. ഞാൻ ആരാന്ന് പറഞ്ഞതാ? ഞാൻ ആരുമല്ല, ഞാൻ റബ്ബേ നിനക്ക് ശിർക്ക് ചെയ്യാത്തൊരു നല്ല അടിമയാണ്. നമ്മൾ ആരാന്ന് പറഞ്ഞു. അഡ്രസ്സൊക്കെ അതിൻ്റെ അടുത്തുണ്ട് കേട്ടോ, ഒരു പ്രശ്നമില്ല. ലബ്ബൈക്ക് അല്ലാഹുമ്മ ലബ്ബൈക്ക് ലബ്ബൈക്ക് ലാ ശരീക ലക
ലബ്ബൈക്ക്. അവിടെ നിൽക്കണം കുറച്ച് നേരം. നമ്മളെന്താ പറയുക, ഞാനൊരു കഥ പറഞ്ഞുതരാം. ഈ മുശ്രിക്കുകൾ ഹജ്ജ് ചെയ്തിരുന്നു. ജാഹിലിയ കാലത്ത് മുശ്രിക്കുകൾ ഹജ്ജ് ചെയ്തിരുന്നു. അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ തൽബിയത്ത് ഇങ്ങനെ കേട്ടു. അവരും ചൊല്ലും ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക. ആരാ? അപ്പോൾ നബി ഉറക്കെ വിളിച്ചു പറയും, ഖദ് ഖദ് ഖദ്, നിർത്ത് നിർത്ത് നിർത്ത്, അത് മതി, അത് മതി. എന്താ കാരണം എന്നറിയാം? അവരുടെ തൽബിയത്തിൻ്റെ ബാക്കി ഭാഗം എന്താ അറിയാം? ഇല്ലാ ശരീകൻ ഹുവ ലക് തംലികുഹു വമാ മലക്. ഹേയ്, അവർ പറയണെന്ത്? നിനക്ക് ശരീക്കില്ല റബ്ബേ, പക്ഷേ ഒരു ശരീക്കുണ്ട്, ഒരു ശരീക്കുണ്ട്. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇവർ ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക എന്ന് പറയുമ്പോഴേക്കും നബി നിർത്താൻ പറയും. നിർത്ത് നിർത്ത് നിർത്ത്, ബാക്കി പറയല്ലേ എന്നാ. ബാക്കി എന്താ? ഇല്ലാ ശരീകൻ ഹുവ ലക്, ഒരു ശരീക്കുണ്ട് റബ്ബേ നിനക്ക് എന്ന് ഇവർ പറയാം റബ്ബിനോട്. തംലികുഹു വമാ മലക്, ആ ശരീക്കിനെയും നീ ഉടമയാക്കുന്നുണ്ട്, ആ ശരീക്ക് ഉടമയാക്കുന്നതിനെയും നീ ഉടമയാക്കുന്നുണ്ട്. ഒരു ശരീക്കുണ്ട്, ആ ശരീക്കും നിന്റെ ഉടമയാണ്, ആ ശരീക്കിനുള്ളതൊക്കെ നിന്റെ ഉടമയാണ്. ഇതുപോലും ശിർക്കാണ്. ശരിക്കും ശ്രദ്ധിക്കണം, ഇതുപോലും നമ്മിൽ വരരുത്. മനസ്സിലായില്ലേ? നോക്കൂ, നമ്മുടെ ഉള്ളിൽ ഇനി അങ്ങോട്ട് ഒരു തരത്തിലുള്ള ശിർക്കും വരരുത്. ഒരു തരത്തിലുള്ള ഇതുപോലും ശിർക്കാണ്. എന്ത്? അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയതിൽ നിന്ന് നാം ഒരാളോട് ചോദിക്കുമ്പോൾ അയാളോടൊരു വിധേയത്വം ഉണ്ടാകുന്നത് പോലും എന്താണ്? ക്ലിയർ അല്ലേ? ഇവർക്ക് അതല്ല, ഇവർക്ക് അതിൻ്റെ അപ്പുറമാണ് ഉണ്ടായിരുന്നത്. ഇവരോട് ചോദിച്ചു നിങ്ങൾ എന്തിനാ അങ്ങനെ ചെയ്തെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ഞങ്ങൾ വിശ്വസിക്കുന്നത് യുഖർരിബൂന ഇലല്ലാഹി സുൽഫ മാ നഅബുദുഹും ഇല്ലാ ലിയുഖർരിബൂന ഇലല്ലാഹി സുൽഫ. അള്ളാഹുവിലേക്ക് ഞങ്ങളെ അവരടുപ്പിക്കും എന്നാണ് അവർ. ആര്? മക്കത്തെ മുശ്രിക്ക് പറഞ്ഞത്. ഇത് വരരുത് നമ്മളിൽ. ഇതുപോലും ഇത് മക്കത്തെ മുശ്രിക്കിന്റെ വിശ്വാസം. അത്രയും മുശ്രിക്ക് വിശ്വസിച്ചിട്ടുള്ളൂ. മുശ്രിക്കിനോട് ചോദിച്ചല്ലോ ആരാ ആകാശഭൂമി സൃഷ്ടിച്ചത്? അവർ പറഞ്ഞു എന്ത്? അള്ളാഹുവാണ്. ആരാ മഴ തരുന്നത്? അള്ളാഹുവാണ്. ആരാ ഉപജീവനം നൽകുന്നത്? അള്ളാഹുവാണ്. എന്നാലും എന്താ? ഒന്നുമില്ല. അള്ളാഹുവിലേക്ക് അടുപ്പിക്കാൻ വേണ്ടി പറ്റൂല. അതാണ് ഈ തെൽബീയത്തിൽ ആവർത്തിച്ച് ശരി. എന്താണെന്ന് വെച്ചാൽ നമ്മൾ നോക്കൂ, നമ്മൾ സ്വർഗം നേടാൻ പോവുകയാണ്. സ്വർഗം നേടാൻ പോകുന്ന ഈ യാത്രയിൽ നമുക്ക് ശിർക്കിൻ്റെ ഒരംശവും പാടില്ല ഒരിക്കലും. ഒരാളും നോക്കൂ, അതിൻ്റെ ഏറ്റവും താഴ്ന്ന ഒരവസ്ഥ ഞാൻ പറയാം, ഇതൊന്നും അല്ലാത്ത ഏറ്റവും താഴ്ന്ന ഒരവസ്ഥ. നമുക്കൊരു രോഗം വന്നു, ആ രോഗം സുഖമായി. നമ്മളോട് നമ്മുടെ അടുത്ത കുടുംബക്കാരൻ വന്ന് ചോദിക്കുകയാണ്, അൽഹംദുലില്ലാ സുഖമായില്ലേ? ആ സുഖമായി. അത് ഞാൻ കൃത്യസമയത്ത് ആ ആശുപത്രിയിൽ എത്തി, അതുകൊണ്ടാണ്. നമ്മളൊക്കെ പറഞ്ഞ പോലെ അതുകൊണ്ടാ ആശുപത്രിയിൽ എത്തിച്ച ഒരാളില്ലടോ, അല്ലേ? പോകരുത് നമ്മൾ അതിലേക്ക്. അതും കൂടി നമ്മൾ സൂക്ഷിച്ചാൽ നമ്മൾ രക്ഷപ്പെടും. അൽഹംദുലില്ലാ, അള്ളാഹുവിൻ്റെ വലിയ തൗഫീഖ് കൊണ്ട് അള്ളാഹു എനിക്ക് നോക്കൂ, ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം ഈ മക്കത്ത് വെച്ചല്ലേ പ്രാർത്ഥിച്ചത്, അള്ളാഹിനെ പരിചയപ്പെടുത്തിയത്. വഇദാ മരിൽതു ഫഹുവ യശ്ഫീൻ, എനിക്ക് രോഗം വന്നാൽ അവനാണ് എനിക്ക് ശിഫ നൽകുന്നത്. ഡോക്ടറല്ല, ഹോസ്പിറ്റലല്ല, ഈ മെഡിസിൻസ് അല്ല. അതൊക്കെ ഒരു സബബ് മാത്രമാണ്, റീസൺ, കാരണമാണ്. അത്രയേ ഉള്ളൂ. ആ കാരണം ചെയ്യണം എന്ന് അള്ളാഹു നമ്മളോട് ആവശ്യപ്പെട്ടു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആവശ്യപ്പെട്ടു, നമ്മൾ ചെയ്തു. ആ കാരണത്തിലൂടെ ശിഫ തന്നതാരാ? അള്ളാഹു. അല്ലെങ്കിൽ ഈ മെഡിസിൻസിന് എല്ലാ മെഡിസിനും എല്ലാവരിലും അപ്ലൈ ചെയ്താൽ സുഖമുണ്ടോ? എന്താകത്ത്? അതെ. അപ്പോൾ ഈ ശിഫ തരേണ്ടതാരാ? അഷാഫി, അള്ളാഹിൻ്റെ പേര് അഷാഫി. മനസ്സിലായല്ലോ? അതുപോലും വരരുത്. എല്ലാവരും ശ്രദ്ധിക്കുക. അപ്പം തൽബിയത്ത് ചൊല്ലിയാണ് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. മനസ്സിലായില്ലേ? നമ്മളിനി പോവുകയാണ്, യാത്രയാണ്. ഇത് ഭയങ്കര രസമാണ് യാത്ര. ഇബാദത്തുകളൊക്കെ പരിശോധിച്ച് നോക്കൂ. ഈ ഹജ്ജ് എന്ന ഇബാദത്തിൻ്റെ പ്രത്യേകത വ്യത്യസ്തമാണ്. നമസ്കാരം എന്നുള്ള ഇബാദത്ത് നമുക്കൊരു സ്ഥലത്ത് ഇങ്ങനെ നിന്ന് ചെയ്യാം, അല്ലേ? നോമ്പ് ഒരു സ്ഥലത്ത് ഇരുന്ന് ചെയ്യാം, സക്കാത്ത് ഒരു സ്ഥലത്ത് ഇരുന്ന് ചെയ്യാം.
ഹജ്ജോ പറ്റൂല. ഹജ്ജ് ഒരു യാത്രയാണ്. അതുകൊണ്ടാണ് ഹജ്ജിനെ കുറിച്ച് പറയുന്നിടത്ത് മനിസ്തതാ ഇലൈഹി സബീല എന്ന് പറഞ്ഞു. സബീൽ എന്ന് പറഞ്ഞാൽ വഴിയാണ്. ഹജ്ജിനാവശ്യം പണമല്ല. പണം എന്തിനാവശ്യം? യാത്രക്കാണ് പണം ആവശ്യം. ഹജ്ജിനല്ല, യാത്രക്കാണ് പണം ആവശ്യം. യാത്രയാണ് ഹജ്ജിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി. പോവുകയാണ് ഇങ്ങനെ. നമ്മളിപ്പോൾ നമ്മൾ നാട്ടിൽ നിന്ന് തുടങ്ങി ഇവിടെ എത്തി, ഇനി ഇവിടുന്നും യാത്രയാണ്. പോയി നമ്മൾ എവിടെ എത്തണം? നമ്മുടെ യാത്ര അവസാനിക്കേണ്ടത് സ്വർഗത്തിലാണ്. അറഫയിലേക്ക് നമ്മൾ പോയത് ആ സ്വർഗത്തിൽ യാത്ര അവസാനിക്കണമെന്ന നീയത്തോടു കൂടിയാണ്, വിചാരത്തോടു കൂടിയാണ്. അറഫയിൽ നമ്മൾ നിന്നാൽ മതി. നമുക്ക് എന്ത് കിട്ടണം? മഗ്ഫിറത്ത് കിട്ടണം, സ്വർഗം കിട്ടണം. ഇൻഷാ അല്ലാഹ് അല്ലാഹു കൂട്ടത്തിൽ ഉൾപ്പെടുത്തുമാറാണ്. യാത്രയാണ്. ഈ യാത്ര അവസാനിപ്പിക്കേണ്ടത് സ്വർഗത്തിലായിരിക്കണം. അത് നമ്മൾ വളരെ കണിശമായി കൃത്യമായി ശ്രദ്ധിക്കണം. അവിടെയാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ഹജ്ജ് പരിപൂർണമാവുക. നമ്മുടെ ഉള്ളിലുള്ള നമ്മളൊക്കെ എന്തായിരുന്നാലും ഈ ദുനിയാവിലെ യാത്ര അവസാനിപ്പിക്കണമല്ലോ. എല്ലാവരും നമ്മൾ വിചാരിച്ചാലും ഇല്ലെങ്കിലൊക്കെ അത് അവസാനിക്കുമ്പോൾ ആരെയും കാണാനൊന്നുമില്ലല്ലോ. മുമ്പുള്ള ആരെയും കാണാനില്ല, ആരോടും ചോദിക്കാതെ പോവുക. അവരുദ്ദേശിച്ച പ്ലാനുകളൊന്നും കംപ്ലീറ്റ് ചെയ്യാതെയാണ് എല്ലാവരും പോകണം. അപ്പോൾ ഒരു സംഗതിൻ്റെ ഒരു അവസാനമുണ്ട്. പക്ഷേ നമുക്കൊരു ചിന്ത വേണം, ആ അവസാനിക്കുന്നത് എവിടെയായിരിക്കണം? സ്വർഗത്തിലായിരിക്കണം. ആ അവസാനിക്കുന്ന സമയത്ത് നമ്മുടെ ചെവികളിൽ മുഴങ്ങണം, യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബികി റാദിയതൻ മർദിയ ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി. അപ്പോൾ ഈ വാക്ക് ഈ ആയത്തിങ്ങനെ ഇനി ഹർമെന്ന് കേൾക്കുമ്പോൾ അല്ലെങ്കിൽ വേറെന്തെങ്കിലും കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളിലുണ്ടാകേണ്ടത് നമ്മുടെ യാത്രയുടെ അവസാന നിമിഷമായിരിക്കും. നമ്മൾ കണ്ണടച്ച് കിടക്കുക, അല്ലെങ്കിൽ നമ്മുടെ ബന്ധുക്കൾ നമ്മുടെ കണ്ണിനെ അടച്ചു തരും. അവസാനത്തെ ഘട്ടം, ആ സമയത്ത് നമ്മളിങ്ങനെ കേൾക്കും. ഭയങ്കര കേൾവിയായിരിക്കും. അതാണ് ഇപ്പോൾ ഒരു പുതിയ റിസർച്ച് ഉണ്ട്, നിയർ ഡെത്ത് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞിട്ട്. നിയർ ഡെത്ത് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ മരണത്തിൻ്റെ ഏറ്റവും അടുത്ത സമയത്തുള്ള എക്സ്പീരിയൻസ് ചിലർ ഷെയർ ചെയ്യാം. ഭയങ്കര ഈ ടെക്നോളജി വികസിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു അത്ഭുതമാണ് സത്യത്തിൽ. നമ്മളങ്ങനെ ചിന്തിക്കാൻ കഴിയും നമുക്ക്? നമ്മൾ മരിക്കുമ്പോഴുള്ള നമ്മുടെ ഫീലിങ്സ് എന്താണ് എന്ന് റീഡ് ചെയ്യുന്ന ഒരു ടെക്നോളജിയാണ്. അത് ഭയങ്കര. അതിൽ ശരിക്ക് ഈ വിശ്വാസികളുടെ മരണമാണിത്. യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന. നമ്മൾ വിചാരിക്കും, വാപ്പൻ്റെ മുഖത്തേക്കാണ് നോക്കണേ, വാപ്പാക്ക് ഭയങ്കര പ്രയാസമുണ്ട്, സങ്കടമുണ്ട്. ഒന്നും ഉണ്ടാവില്ല. ഒരു സങ്കടവും പ്രയാസം ഉണ്ടാവില്ല. മാത്രമല്ല ഭയങ്കര ഹാപ്പി ആയിരിക്കും. എൻ്റെ ഉമ്മ മരിക്കുമ്പോൾ ഞാൻ കണ്ടിരുന്നു. കോവിഡ് സമയത്താണ് മരിച്ചത് ഉമ്മ. ഇങ്ങനെ പ്രായമായി കിടന്ന് ഇങ്ങനെ ചുരുണ്ട് ആകെ പ്രയാസമായിരുന്നു. മുഖമൊക്കെ വല്ലാതെ. എൻ്റെ ഉമ്മ ഭയങ്കര സൗന്ദര്യമുള്ള ഉമ്മയായിരുന്നു. പക്ഷേ രോഗം വന്ന് ഇതായപ്പോൾ ആകെ ഇങ്ങനെ ചുളിഞ്ഞ്. നിങ്ങൾക്കൊക്കെ അനുഭവം ഉണ്ടാവും. ഞാൻ എൻ്റെ അനുഭവം പറയട്ടോ. എൻ്റെ ഉമ്മ അന്ന് മരിക്കുന്ന അന്ന് രാവിലെയും ഓക്സിജൻ ഉണ്ട്, മറ്റേ സിലിണ്ടറുണ്ട്, അതുണ്ട് ഭയങ്കര. വീട്ടിൽ തന്നെ, പുറത്തൊന്നും കൊണ്ടില്ല. പക്ഷെ മരിച്ചു കഴിഞ്ഞപ്പം മുഖാകെ മാറി, പഴയ ഉമ്മയായി. നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഉണ്ടാവും. ഭയങ്കര. എന്താ കാരണം? അവരനുഭവിച്ച ആനന്ദമാണ്. ആ ആനന്ദമാണ് നമുക്കും കിട്ടേണ്ടത്. അള്ളാഹു നമുക്കും അത് നൽകും. ഇൻഷാ അല്ലാഹ് നൽകുമാറാകട്ടെ. ആരും ബേജാറാകണ്ട. നമ്മൾ പോണത് എങ്ങോട്ടാണ്? അള്ളാഹുവിലേക്കാണ്. അള്ളാഹുവിൻ്റെ അടുത്തുള്ളത് നമ്മളെന്താ പറയണത്? അള്ളാഹുവിൻ്റെ അടുത്തുള്ളതാണ് ഇവിടെ ഉള്ളതിനേക്കാൾ നല്ലതെന്നല്ലേ? അല്ലേ? അങ്ങനെയല്ലേ വിശ്വസിക്കണേ? അത് ശരിയാണെങ്കിൽ നമ്മൾ എന്തിനു ബേജാറാണ്? ഉണ്ടല്ലോ, ബേജാറുണ്ടല്ലോ. ഒരു ബേജാറും വേണ്ട. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അള്ളാഹുവിനെ കാണാൻ ആർക്കെങ്കിലും ഇഷ്ടമുണ്ടായാൽ
അള്ളാഹുവിന് അവനെ കാണാൻ ഇഷ്ടമാകും. അത്രേ ഉള്ളൂ. കേൾക്കണം. യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബിക്. ഓ, ആ വാക്ക് എന്താ പറയുക? ഇർജിഇ. ഈ നഫ്സുൽ മുത്മഇന്ന എന്നുള്ളത് ശരീരം, ജീവിതമൊക്കെ കാണും, മുഖത്തൊക്കെ കാണും, എല്ലായിടത്തും കാണും. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ എനിക്കറിയില്ല ഇതിൻ്റെ സയൻസ് എന്താണ്. എൻ്റെ ഉമ്മൻ്റെ കാലിങ്ങനെ മടങ്ങിയിരുന്നു അവസാനം. എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. ഞാൻ ഡോക്ടറോട് ചോദിക്കും, ഡോക്ടർ ഇത് നിർത്താൻ എന്താ വഴി? പല വഴികളും ഡോക്ടർ പറഞ്ഞു, എന്ത് ചെയ്തിട്ടും എന്താണില്ല, നേരിടില്ല. പക്ഷെ മരിച്ചിട്ട് ഇത് നിർത്തിയപ്പോൾ അങ്ങനെ നിർന്നു. എനിക്കറിയില്ല ഡോക്ടറാണ് പറഞ്ഞതിൻ്റെ എന്താണ് അതിലെ സയൻസ് എന്നുള്ളത്. അതിങ്ങനെ നേർന്ന് ശരിക്കും നേർന്നു. ഒരുപാട് എല്ലാവർക്കും ഉണ്ടാവും അനുഭവം. യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന. ഞാൻ ഉറപ്പ് പറയുന്നു, നമ്മുടെ മാനസികമായ അവസ്ഥയെയാണ് നമ്മൾ മാറ്റേണ്ടത്. അപ്പോൾ ശരീരവും ഒക്കെ മാറും. നമ്മൾ ഹജ്ജ് ചെയ്യാൻ എനിക്ക് സുഖമായിട്ട് ഹജ്ജ് ചെയ്യാൻ കഴിയും, മബ്റൂറായ ഹജ്ജ് എനിക്ക് നിർവഹിക്കാൻ കഴിയുമെന്ന ഒരു മെൻ്റൽ സ്റ്റാറ്റസിലേക്ക് നമ്മൾ വന്നാൽ ബാക്കിയൊക്കെ നമുക്ക് എന്താവും? അല്ലാഹു എളുപ്പം. അല്ല, ഇതെനിക്ക് ഭയങ്കര മനസ്സേ എനിക്ക് ചെയ്യാൻ കഴിയൂലേ എന്ന് ആലോചിച്ചാലോ? കഴിയില്ല. ക്ലിയറാണ് ഞാൻ പറഞ്ഞത്, കഴിയില്ല. അതങ്ങനെയാണ്. യാ അയ്യുഹൻ നഫ്സുൽ മുത്മഇന്ന. എന്നിട്ട് എന്താ പറഞ്ഞത്? ഇർജിഇ ഇലാ റബ്ബിക്. ഇർജിഇ ഇലാ റബ്ബിക്. എങ്ങോട്ടാ വരാൻ പറഞ്ഞത്? ഇങ്ങോട്ട് വാ. വിളിക്കുകയാണ്, തിരിച്ചു വിളിക്കുകയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ആരാ വിളിക്കണത്? നമ്മളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന, നമ്മുടെ ഉമ്മയേക്കാൾ, ഉപ്പയേക്കാൾ, ഭാര്യയേക്കാൾ, ഭർത്താവിനേക്കാൾ, മക്കളേക്കാൾ നമ്മളെ സ്നേഹിക്കുന്ന വദൂദായ റബ്ബ് വിളിക്കാം. വന്നോ 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 വന്നോ. റാദിയത്തൻ മർദിയത്തൻ. രണ്ട് സംഗതിയാണ്. എങ്ങനെയാണ് വരുന്നത്? നീ റാദിയത്തായിട്ടാണ്. നീ വരുമ്പോൾ നീ എന്നെക്കുറിച്ച് തൃപ്തിപ്പെട്ട് ഇഷ്ടപ്പെട്ട് വരിക. എൻ്റെ അടുത്തേക്ക് വരാൻ ഇഷ്ടമായിട്ട് വരികയാണ്. നമുക്ക് റബ്ബിൻ്റെ അടുത്തേക്ക് പോകാൻ ഇഷ്ടമാകണം, വെറുപ്പാകരുത്. അതിൻ്റെ അർത്ഥം നിങ്ങൾ ചികിത്സിക്കേണ്ടതൊന്നുമല്ല കേട്ടോ. അതൊക്കെ അതിന് അള്ളാഹു നിശ്ചയിച്ച ചില സബബുകൾ മാത്രമാണ്. ചികിത്സയൊക്കെ വേണം. ചികിത്സിക്കാതിരിക്കുന്നത് ശരിയല്ല, മനസ്സിലായി? ഇപ്പം ചില ആൾക്കാർ അങ്ങനെയൊക്കെ ഉണ്ട്. അത് ശരിയല്ല, ചികിത്സിക്കണം. അല്ല, അള്ളാഹു നിശ്ചയിച്ച സബബാണ്. അത് അള്ളാഹുവിൻ്റെ തൃപ്തിയെ തേടലാണ്. മർദിയത്തൻ. മർദിയത്തൻ എന്ന് പറഞ്ഞാൽ തിരിച്ചുള്ളത്. അള്ളാഹു നിങ്ങളെ കുറിച്ചും എന്ത് ചെയ്തിട്ടുണ്ട്? അപ്പം നമ്മൾ അള്ളാഹിനെക്കുറിച്ച് തൃപ്തിപ്പെട്ടാൽ അള്ളാഹു തിരിച്ചു എന്താവും? എന്നിട്ട് നമ്മളിങ്ങനെ കാണുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്നിട്ടുണ്ട്. അത് ഒരു നബിയുടെ ഭാഷയല്ല, ഇന്നത്തെ ഭാഷയെ ഞാൻ പറയാം. ഒരു സ്ക്രീനിൽ നമ്മളിങ്ങനെ കാണും. നമ്മൾ കണ്ണൊക്കെ അടിച്ചിട്ടുണ്ടാവും, പക്ഷേ സ്ക്രീൻ ഇങ്ങനെ നമ്മുടെ മുമ്പിൽ വരും. നമ്മൾ കണ്ടില്ലേ ചില ഫ്ലൈറ്റിലൊക്കെ സ്ക്രീൻ ഇങ്ങോട്ട് വരുന്നത്? അങ്ങനെ വരും. അതുകൊണ്ട് കാണുകയാണ്. എന്താ കാണുന്നത്? നമുക്ക് പോകാനുള്ള സ്ഥലം. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്നതാണ്. നമ്മൾ എത്തിപ്പെടുന്ന സ്ഥലം. ഫദ്ഖുലി ഫീ ഇബാദി. നമ്മൾ ആദ്യം കാണുക കുറേ നല്ല മനുഷ്യരെയാണ്. അതാണ് ഫദ്ഖുലി ഫീ ഇബാദി. എൻ്റെ നല്ല കുറേ ആൾക്കാരത്, ഭയങ്കര നല്ല രസമുള്ള കുറേ ആളുകൾ. അവിടേക്ക് പോകാൻ നമുക്ക് ഇഷ്ടം തോന്നും, ആഗ്രഹം വരും. അതാണ് ആ നോട്ടമൊക്കെ. നിങ്ങൾ അഥവാ കണ്ണടച്ചിട്ടില്ലെങ്കിൽ, മരണാസന്നനായ ഒരാളുടെ കണ്ണ് നിങ്ങൾ അടച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് കാണാം ആ കണ്ണിങ്ങനെ പോണ്. ശ്രദ്ധിച്ചു നോക്കിയാൽ വദ്ഖുലി ഫീ ഇബാദി. അവസാനം, ആ കാഴ്ചയുടെ അവസാനം സ്വർഗമാണ്. വദ്ഖുലി ജന്നതി. റസൂലുള്ളാഹിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ നിൻ്റെ ഇരിപ്പിടം എവിടെയാണോ അത് നിനക്ക് കാണും. സുബ്ഹാനല്ലാഹ്. അതാണ്, അവിടെയാണ് നമുക്ക് യാത്ര അവസാനിപ്പിക്കേണ്ടത്. അതിനാണ് ഹജ്ജ്. യാത്രയാണ് ഹജ്ജ്. ആ യാത്ര അവസാനിക്കേണ്ടത് എവിടെയാണ്? സ്വർഗത്തിലാണ്. അള്ളാഹു സ്വർഗത്തിൽ നമ്മളെ ഒരുമിച്ച് കൊണ്ടുപോകും. ഏറ്റവും കൂടുതൽ നമ്മൾ ഈ ഹജ്ജിൻ്റെ ദുആകളിൽ, ഞാൻ ദിക്റും ദുആയും നാളെ പറഞ്ഞുതരാം, ദുആകളിൽ ഉൾപ്പെടുത്തേണ്ടത് അതാണ്, സ്വർഗത്തിലെത്തണം. വേറെ അള്ളാഹു നമ്മൾക്ക് എന്ത് പരീക്ഷണം തന്നാലും അള്ളാഹിനോട് പറയണം, എന്ത് പരീക്ഷണവും നീ തന്നു, ഞാൻ ഭയങ്കര ഹാപ്പിയാണ്, ഞാൻ സംതൃപ്തനാണ്. പക്ഷേ നിൻ്റെ കോപം എനിക്കുണ്ടാകരുത്. ഞാൻ തായിഫിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ റസൂലുള്ളാഹിൻ്റെ പ്രാർത്ഥനകളെ പഠിപ്പിച്ചല്ലോ, ഓർമ്മയില്ല എല്ലാവർക്കും? എന്താ പറഞ്ഞ റസൂലുള്ള? ആരെയാണ് കല്ലെറിഞ്ഞത്? നബിയെ. ആരെയാ കൂക്കി വിളിച്ചത്? നബിയെ. ആർക്കാണ് ഒരു ആക്സെപ്റ്റൻസും ഇല്ലാതെ പോയത്, സ്വീകരിക്കാതെ പോയത്? ആരെയാണ്? നബി. ആരാ നബി? അഷ്റഫുൽ ഖൽഖാണ്, അല്ലേ? സൃഷ്ടികളിൽ വെച്ച് ഏറ്റവും ഉത്കൃഷ്ടനാണ്. അള്ളാഹു അങ്ങനെ ആക്കി. എന്തിനാ? ആ വാചകം നമ്മളെ പഠിപ്പിക്കാനാ. ഏത് വാചകം? റസൂൽ ഇറങ്ങി വരും പ്രാർത്ഥിക്കുക, അള്ളാഹുവേ
നീ എന്നെ കൈവടിയുകയില്ലെങ്കിൽ, നിന്റെ കോപം എനിക്കുണ്ടാവുകയില്ലെങ്കിൽ എന്തും ഞാൻ അനുഭവിച്ചോളാം. അതെ, ആരാ? റസൂലുള്ളാഹി. നമുക്ക് അങ്ങനത്തെ വല്ലതും ഉണ്ടായിണോ? നിങ്ങൾ ആലോചിച്ച് നോക്കും. വല്ലതും ഉണ്ടായിണോ? നടക്കാൻ ചെരുപ്പ് പോലുമില്ല റസൂലുള്ളാഹി. ശരീരത്തിൽ മുഴുവൻ ചോര വന്ന്, മുറിവായി ചോര വന്ന് 10 ദിവസം മെനക്കെട്ടിട്ട് ഒരാൾ പോലും ഈ ഇസ്ലാം സ്വീകരിച്ചില്ല. ഒരാൾ പോലും നല്ല വാക്ക് പറയാൻ കൂടെ ഉണ്ടായില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കും. അങ്ങനെ എല്ലാവരും ബഹിഷ്കരിച്ച അതിനേക്കാൾ കടുപ്പമുള്ള പരീക്ഷണം വേറെ ഉണ്ടോ? റസൂലുള്ളാഹി ഓർത്തോർത്ത് പറയും ആ അന്നത്തെ അവസ്ഥ. നമ്മൾ മനസ്സിലാക്കേണ്ടത് സത്യമായി അള്ളാഹു നമുക്ക് നൽകിയത് ഭയങ്കര. ഞാൻ ഇന്നലെ ഞാൻ ഇത് കഴിഞ്ഞിട്ട് പറയാം. കാരണം വെച്ചാൽ ചിലപ്പോൾ ഈ സംസാരം അവർ കേൾക്കും. എനിക്കൊരു അനുഭവം പറയേണ്ടത് ഭയങ്കര. നമ്മൾ പറയേണ്ടത് അള്ളാഹു നമ്മളെ അനുഗ്രഹിച്ചത് ഭയങ്കര അനുഗ്രഹമാണ്. ഭയങ്കര അനുഗ്രഹം. ഒരു ക്യാൻസർ വന്നിട്ട് ഒരു സഹോദരി ഹജ്ജിന് വരുന്നുണ്ട്. അവരോട് ഡോക്ടർ പറഞ്ഞത് യാത്ര ചെയ്യാൻ പാടില്ല. അവരുടെ എല്ലുകൾ ഇങ്ങനെ ഞെരുമ്പിക്കൊണ്ടിരിക്കുക. എന്നിട്ടും അവർ ഇന്നലെ ഹജ്ജിന് വന്ന് ഇന്നലെ തവാഫും സായും അവർ ചെയ്തു. ഞാനിങ്ങനെ ആലോചിച്ച ആ കഥ കേട്ടപ്പം അവരുടെ ഒരു റിലേറ്റീവ് എന്നെ വിളിച്ച് എനിക്ക് മെസ്സേജ് അയക്കണം, ഇങ്ങനെ ഒന്ന് സഹായിക്കണം എന്നൊക്കെ പറഞ്ഞു. ഞാൻ ഇങ്ങനെ ആലോചിച്ച്, റബ്ബേ, നമ്മൾക്കൊക്കെ അള്ളാഹു തന്ന സൗകര്യം, നമ്മളിഷ്ടമുള്ളിടത്തൊക്കെ പോയില്ലേ അല്ലേ? ഇഷ്ടമുള്ളതൊക്കെ കണ്ടില്ലേ? നമുക്കിഷ്ടമുള്ള രീതിയിൽ നമ്മൾ ഇബാദത്ത് ചെയ്തില്ലേ? അള്ളാഹു നമുക്ക് നൽകിയ നിഅമത്തിൻ്റെ വലിപ്പം ഒന്ന് ആലോചിച്ചു. നമ്മളെ എത്ര സ്തുതിക്കണം അല്ലാഹനെ, എത്ര സ്തുതിക്കണം. അപ്പം ഞാൻ പറഞ്ഞു വന്നത് എന്താ വെച്ചാൽ, ഈ തൽബീത്തൊക്കെ ചെല്ലുമ്പോൾ നമ്മൾ ഉള്ളിലുണ്ടാകേണ്ടത് നോക്കും. അതിൻ്റെ അവസാനത്തെ വാചകം നോക്ക്, ഇന്നൽ ഹംദ, ഇന്നൽ ഹംദ, എല്ലാ ഹംദും സ്തുതികളും അള്ളാഹുവേ നിനക്കാണ്. അതൊക്കെ നമ്മൾ അറിഞ്ഞ് ചെല്ലണം കേട്ടോ, അനുഭവിച്ച് ചെല്ലണം. ഇതിനൊക്കെ അള്ളാഹു, ഇത് ഞാൻ പറഞ്ഞല്ലോ അങ്ങോട്ട്, പണമല്ല, ഇതിന് ആരോഗ്യം ഉണ്ടായില്ലേ? അതാണ് ഏറ്റവും വലിയ പ്രശ്നം. പൈസ എങ്ങനെയെങ്കിലുമൊക്കെ ഉണ്ടാക്കാൻ, ആരോഗ്യം ഉണ്ടാക്കാൻ കഴിയും ഇല്ല, ഭയങ്കരമാണ്. ഇന്നൽ ഹംദ. ഞാൻ അടുത്തത് പൈസയാണ്. വന്യമത, നിഅമത്ത് വേണം. ആ നിഅമത്തൊക്കെ എന്താ? അള്ളാഹ് തന്നതാണ്. അള്ളാഹിനോട് പറയാം, നീ തന്നതാണ്. ലക വൽ മുൽക്ക്. ഇനി ഇത് പൂർത്തിയാക്കി എൻ്റെ ഉദ്ദേശങ്ങളൊക്കെ സഫലീകരിച്ച് ഞാൻ ഉദ്ദേശിക്കുന്ന രീതിയിൽ എത്തിച്ചേരാനുമുള്ള മുൽക്ക്, പവർ, അതാർക്കാ? നിനക്കാണ്. ഇന്നൽ ഹംദ വന്നിഅമത ലക. ഭയങ്കര ടേസ്റ്റ് ഉണ്ടാകണം ഇനി ഇത് ചെല്ലുമ്പോൾ. ആരും നിങ്ങളെ ഓർമ്മിപ്പിക്കേണ്ടി വരരുത് ഈ ചെല്ലാൻ. ഭയങ്കര രസം ഉണ്ടാകണം. ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക്ക് ലാ ശരീക. അപ്പോൾ ആ ലാ ശരീക ലക്ക് എന്നുള്ളത് ശരിയായാൽ നമ്മൾ എവിടെ എത്തും? സ്വർഗത്തിലെത്തും. അള്ളാഹുവിൻ്റെ വാഗ്ദാനമാണ്. റസൂലുള്ളാഹി നമുക്ക് സന്തോഷ വാർത്ത അറിയിച്ചു തന്നതാണ്. അള്ളാഹു കൂട്ടത്തിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. അങ്ങനെ നമ്മൾ നിർത്തണമെങ്കിൽ നിങ്ങൾ പറയണം കേട്ടോ. സമയമൊക്കെ കഴിഞ്ഞു പോയിട്ട് നിർത്തല്ലേ, ബാക്കി നാളെ പറയാം അല്ലേ? അതെ. അങ്ങനെ നമ്മളിപ്പം എവിടെ എത്തുന്നത്? മിനയിലാണ് എത്തുന്നത്. മിനയിലെത്തുമ്പോൾ ഞാൻ നിങ്ങളെ ഗ്രൂപ്പിൽ ഒരു ചാർട്ട് ഇട്ടിട്ടുണ്ട്. എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ശ്രദ്ധിക്കാത്തവർ ശ്രദ്ധിച്ചു. അങ്ങനെ പോകുന്ന റൂട്ടാണത്. ഫസ്റ്റിലെ നമ്മളെ സ്റ്റേഷൻ മിനയിലാണ്. മിന എന്ന് പറയുമ്പോൾ നമ്മുടെ ഉള്ളിൽ കുറേ സംഗതികൾ ഓർമ്മ വരണം. അതിലേറ്റവും പ്രധാനമായത് എന്താണെന്ന് ചോദിച്ചാൽ, മിന ആ സ്ഥലത്തിൻ്റെ പേരാണ്. അവിടെ ഒരുപാട് സംഭവങ്ങൾ നടന്നിട്ടുണ്ട്. അവിടെ ചെന്നിരിക്കുമ്പോൾ ആ സംഭവങ്ങളൊക്കെ നമ്മുടെ ഉള്ളിൽ വരണം. അതിന് മുമ്പ് അതിൻ്റെ പേരാണ്. മുന എന്ന് പറഞ്ഞാൽ ആഗ്രഹങ്ങൾ എന്നാണ്. നമ്മുടെ നാട്ടിൽ കുട്ടികൾക്കൊക്കെ മുന എന്ന് പേരിടാറുണ്ട്. ആഗ്രഹങ്ങൾ. ഇൻഷാ അള്ളാഹു നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും പൂർത്തിയാക്കി തരുന്ന സ്ഥലമാണെന്ത്? എല്ലാ ആഗ്രഹങ്ങളും ഇൻഷാ അള്ളാഹ്. മനസ്സിലായില്ലേ? അവിടെ സഹാബത്ത് പറഞ്ഞിരുന്നത്, അവിടെ നിങ്ങൾ തമന്നി അൽ ജന്ന, നിങ്ങൾ അവിടെ ഇരുന്ന് ആഗ്രഹിക്കേണ്ടത് എന്തായിരിക്കണം?
സ്വർഗമായിരിക്കണം. എന്തോ ആഗ്രഹിച്ചോ, ആഗ്രഹിക്കുന്നത് അള്ളാഹു, ആഗ്രഹം നല്ല ആഗ്രഹമാണെങ്കിൽ അള്ളാഹു എന്താക്കി തരും, പൂർത്തിയാക്കി തരും. മനസ്സിലായില്ലേ? അതാണ് വിനയിലെത്തുമ്പോൾ അല്ലെങ്കിൽ വിനയിലിരിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലുണ്ടാകേണ്ടത്. നോക്കൂ, വിനയിൽ ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്, ഒരു പക്ഷേ അല്ല, ലോക ചരിത്രത്തിൽ ഒരു ഉപ്പയും മകനും തമ്മിൽ നടന്ന ഏറ്റവും വൈകാരികമായ ഡയലോഗ്, സംഭാഷണം നടന്ന സ്ഥലമാണ് മിന. ഏതാന്ന് ഞാൻ പറയേണ്ടത്? അത്ര ഇമോഷണലായ ഒരു സംസാരം ഒരു ഉപ്പയും മകനും തമ്മിൽ ഉണ്ടായിട്ടുണ്ടാവില്ല, ഇല്ലല്ലോ. ആ സംഭാഷണം ഇങ്ങനെ വരണം നമ്മുടെ ഉള്ളിൽ. നമ്മുടെ മക്കളോട് പറയുന്ന വികാരമാണ് ഉണ്ടാകുന്നത്. നമുക്ക് നമ്മുടെ മക്കളോടത് പറയാൻ കഴിയണം. അള്ളാഹുവിൻ്റെ ഒരു കൽപ്പന, ആ കൽപ്പന നമ്മുടെ മക്കളോട് പറയുന്നതിൽ ഒരലംഭാവവും പാടില്ല, ഒരലംഭാവം പാടില്ല. അതിന് വേറെ സയൻസൊന്നും നിങ്ങൾ നോക്കി നടക്കണ്ട. അത് സ്ട്രൈറ്റായിട്ട് പറയാം. അതാണ് അവിടെ ചെയ്തതല്ലേ, എന്നി അറാ ഫിൽ മനാമി അന്നി അദ്ബഹുക് അല്ലേ. പക്ഷേ അവിടെ ഇരുന്ന് നമ്മൾ ഒന്നും കൂടി ആഗ്രഹിക്കണം. നമ്മൾ ഇനി അങ്ങോട്ട് അത് പറയുന്നു മാത്രമല്ല, അള്ളാഹുവിൻ്റെ ഒരു കൽപ്പന മക്കളോട് പറയുന്ന കാര്യത്തിൽ ഒരലംഭാവവും ഹജ്ജിന് ശേഷം വരരുത്. ഇത് പാടില്ല എന്ന് പറഞ്ഞു, തുറന്നു പറഞ്ഞു, അത് പാടില്ല. ആ ഡ്രസ്സ് നമുക്ക് പറ്റില്ല. നിസ്കരിക്കണം, നീ പറ്റില്ല നിസ്കരിക്കണം, നിർബന്ധമായത് അങ്ങനെ തന്നെ പറയും. മനസ്സിലായില്ലേ? അതോടൊപ്പം ആഗ്രഹിക്കുക, അവിടെ ഇരുന്നിട്ട് ആഗ്രഹിക്കണത് കിട്ടണമല്ലോ. ഒരു ഇസ്മായിൽ നമുക്കുണ്ടാകണം. ആ മോൻ എന്താ തിരിച്ചു പറഞ്ഞ്, എന്താ പറഞ്ഞ? ഇഫ്അൽ മാ തുഅ്മർ, അതാ പറഞ്ഞു. ബാപ്പ നിങ്ങളെ ഇഷ്ടം പോലെ ചെയ്തോന്നല്ല പറഞ്ഞു, അല്ലേ? യാ അബത്തി എന്നാ പറഞ്ഞു. എൻ്റെ പൊന്നുപ്പാ, ഇഫ്അൽ മാ തുഅ്മർ, കൽപ്പിക്കപ്പെട്ടത് എന്താണോ അത് ചെയ്തു കൊള്ളുക. ആര് കൽപ്പിച്ചതാ? അള്ളാഹു കൽപ്പിച്ചു. നമുക്ക് കിട്ടേണ്ടത് അങ്ങനത്തെ മക്കളെ. അള്ളാഹിൻ്റെ കൽപ്പനയാണോ? ഓക്കെ, ഞാൻ റെഡി എന്ന് പറയണം. അതാണ് ജീവിതത്തിൽ ഏറ്റവും വലിയ ബർക്കത്ത് എന്ന് പറയുന്നത്. അള്ളാഹു ബർക്കത്ത് നമുക്കൊക്കെ നൽകുമാറാകട്ടെ. നമ്മുടെ സന്താനങ്ങൾ റബ്ബിൻ്റെ കൽപ്പനയാണ് എന്ന് കേൾക്കുമ്പോൾ അതിനെ വാരിപ്പുണരണം. ഒന്നും നഷ്ടപ്പെടുന്നു ചിന്തിക്കുകയും ചെയ്തു. ഇവിടെ മോന് നഷ്ടപ്പെടുന്ന ജീവനാണ്. മോനറിയാം എന്താ സംഭവിക്കാൻ പോകുന്നത്. അറിയാത്തതുകൊണ്ടല്ല, അറിയാത്ത കുട്ടിയല്ലല്ലോ, അറിയാം. ഉപ്പാൻ്റെ കയ്യിലുള്ള കത്തി മോന് കാണുന്നുണ്ട്, കയറ് മോൻ കാണുന്നുണ്ട്. നിങ്ങൾ ആലോചിച്ചു, അത് വല്ലാത്തൊരു സംഭവമല്ലേ. നോക്കൂ, എന്നിട്ട് നമ്മളൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു സംഗതി കൂടി അതിലുണ്ട്. എന്താ വെച്ചാൽ അത് ഭയങ്കര വൈകാരിക. ഏതൊരു ഉപ്പക്കും ഏത് കൽപ്പനയായാലും അള്ളാഹുവിൻ്റെ കൽപ്പന നടപ്പാക്കുമ്പോൾ അത് ജീവിതത്തിൽ അല്ലെങ്കിൽ ഭൗതിക ജീവിതത്തിൽ ഇഷ്ടമില്ലാത്തതാണെങ്കിൽ ഒരു പ്രയാസം ഉണ്ടാവും. അത് സ്വാഭാവികമാണ്. ഒരു സംശയങ്ങളിൽ കരുതണ്ട, അത് മാനുഷികമാണ്, ഉണ്ടാവും. മനസ്സിലായില്ലേ? അപ്പോഴാണല്ലോ കമഴ്ത്തി കിടത്തിയത്, അല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ആ ഒരു വൈകാരികമായ അവസ്ഥ. ഞാനിത് പറഞ്ഞതെന്തിനാ വെച്ചാൽ, മിനയിൽ നമ്മൾ ആഗ്രഹിക്കേണ്ടത് എന്ത് എന്ന് പറയാനാണ്. നല്ല ഉപ്പയാകാൻ ആഗ്രഹിക്കണം, നല്ല മക്കൾ നമുക്കുണ്ടാകാൻ ആഗ്രഹിക്കണം. ഇനി ഒരുപാട് ആഗ്രഹിക്കാനുണ്ട്, ഒരുപാട് സംഗതികളുണ്ട്. നമുക്ക് ബാക്കി മിനയിൽ വെച്ച് പറയാൻ സാധിക്കും. നോക്കൂ, മിനയിൽ നടന്ന മറ്റൊരു സംഭവമാണ് 2 അഖബ ഉടമ്പടികൾ. മിനയിൽ ചെന്നിരിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലുണ്ടാകേണ്ട വിചാരം അതാണ്. 2 അഖബ ഉടമ്പടികൾ. ആദ്യത്തെ 1-ാം അഖബ ഉടമ്പടി, 2-ാം അഖബ ഉടമ്പടി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും മദീനയിൽ നിന്ന് ഹജ്ജിന് വന്ന ആളുകളും തമ്മിൽ നടന്ന ഉടമ്പടിയാണ്. ആ 2 ഉടമ്പടികളും നമ്മൾ ജംറത്തുൽ അഖബ പറഞ്ഞില്ലേ, അഖബ കല്ലെറിയുന്ന സ്ഥലത്തിൻ്റെ പേരാണ് അഖബ. അവിടെ വെച്ചാൽ നടന്നത്. ആ ഉടമ്പടിയാണ് യഥാർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ റസൂലിന് സമാധാനമുണ്ടാക്കി, ആശ്വാസമുണ്ടാക്കി. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഏത് കടുപ്പമുള്ള സംഗതികളും പ്രയാസങ്ങൾക്കും ആശ്വാസം എവിടെ വെച്ച് കിട്ടും? മിനയിൽ വെച്ച് കിട്ടും. ഒരു സംശയമില്ല. കാരണം
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിൽ അനുഭവിച്ച ഏറ്റവും വലിയ പ്രതിസന്ധിയുടെ ആ മറുപടി വന്നത് എവിടെയാണ്? അഖബയിലാണ്, അത് മിനയിലാണ്. നമ്മൾ മനസ്സിലാക്കണം. എന്താ വെച്ചാൽ ഞാൻ ആ ചരിത്രങ്ങളോട് പറഞ്ഞു തരുന്നത് എന്തിനാന്ന് വെച്ചാൽ അത് നമ്മുടെ ഉള്ളിലത് വരണം, വരണം. നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒറ്റ ഹജ്ജല്ലേ നബി ചെയ്തുള്ളൂ മുസ്ലിമായ ഈ നുബുവത്ത് കിട്ടിയ ശേഷം, മനസ്സിലായില്ലേ? ആ ഹജ്ജിലാണ് സൂറത്തുൻ നസ്ർ അവതരിച്ചത്. സൂറത്തുൻ നസ്ർ ഇദാ ജാഅ, ഞങ്ങളത് നോക്കി നോക്കണം, മിനയിലിരുന്നിട്ട് അവിടെയാണ് അവതരിച്ചത്. മിനയിലാണ്. ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ് വറഅയ്ത അന്നാസ യദ്ഖുലൂന ഫീ ദീനില്ലാഹി അഫ്വാജ ഫസബ്ബിഹ് ബിഹംദി റബ്ബിക വസ്തഗ്ഫിർഹു ഇന്നഹു കാന തവ്വാബ. തസ്ബീഹ്, ഇസ്തിഗ്ഫാർ, ദുആ. നോക്കൂ, ഹജ്ജ് എന്ന് പറഞ്ഞാൽ അതാണ്. അത് അള്ളാഹുവിൻ്റെ റസൂലിനെ പഠിപ്പിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്ത് അറിയിക്കലായിരുന്നു യഥാർത്ഥത്തിൽ അത്. ആ സൂറത്ത് എന്താണ്? ആ സൂറത്തിൻ്റെ രഹസ്യം എന്ന് ചോദിച്ചാൽ അത് സഹാബത്തിന് മനസ്സിലായി. നബിയുടെ ഡ്യൂട്ടി കഴിഞ്ഞു എന്ന് പറഞ്ഞതാണ്. കഴിഞ്ഞു. കാരണം എല്ലാം ഇസ്ലാമിന് കീഴിൽ കഴിഞ്ഞു. ഈ സൂറത്തുൻ നസ്ർ അവതരിച്ചത് എവിടെയാണ്? മിനയിലാണ്. ഒരുപാട് സംഗതികളുണ്ട് മിനയിൽ പറയാൻ. ഇൻഷാ അല്ലാഹ് നമുക്ക് കുറച്ച് അവിടേക്ക് മാറ്റി വെക്കാൻ. ഇൻഷാ അല്ലാഹ് ഈ മിനയിലാണ് നമ്മൾ എത്തിയിട്ടുള്ളത്. അവിടെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അതിലൊന്നേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ, അതേതാ? ആഗ്രഹങ്ങൾ. ആഗ്രഹിക്കുക. അവിടെ ആഗ്രഹിക്കുക. അള്ളാഹുവിന് കഴിയാത്ത ഒന്നുമില്ല. ആ വിചാരത്തോടു കൂടി ആഗ്രഹിക്കണം. പറ്റുമല്ലേ? അള്ളാഹ്ക്ക് നിങ്ങൾ എന്ത് പറഞ്ഞു കൊടുക്കണ്ട? സൊല്യൂഷൻ പറഞ്ഞു കൊടുക്കണ്ട. സൊല്യൂഷൻ അവിടുന്ന് വരും. ശരി, നമ്മൾ വിചാരിച്ചതിനേക്കാൾ വലിയ പരിഹാരം വരും. നമ്മൾ പരിഹാരം അങ്ങോട്ട് പറയണ്ട. നമ്മൾ വിചാരിച്ചതിനേക്കാൾ നമ്മുടെ ഉള്ളിലൊരു പരിഹാരമില്ല. നമ്മുടെ ഒരു ഇഷ്യൂ, നമുക്കൊരു ജീവിതത്തിലൊരു പ്രശ്നം, എല്ലാവരും അവരവരത് കരുതി നോക്കൂ, ഒരു പ്രശ്നമുണ്ട്, നമ്മളതിനൊരു പരിഹാരം അങ്ങനെ ഉദ്ദേശിക്കണില്ലേ? അല്ലേ? ഈ സത്യത്തിൽ അതിനേക്കാൾ വലിയ പരിഹാരം ആരെടുത്തിട്ടുണ്ട്? അപ്പം നിങ്ങൾ പരിഹാരം ഉദ്ദേശിക്കേണ്ടപ്പോൾ പരിഹാരം വേണം എന്നാഗ്രഹിച്ചത് അത് എവിടുന്ന് കിട്ടും? അത് ഹജ്ജ് കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ, അല്ലെങ്കിൽ തിരിച്ചു പോയി നമ്മുടെ നാട്ടിലെത്തുമ്പോൾ ആ പരിഹാരം ആയിട്ടുണ്ടാവും. ഇൻഷാ അല്ലാഹ്. മനസ്സിലായില്ലേ പറയണത് എന്താണ്? ഇതാണ് നമുക്ക് ഇൻഷാ അല്ലാഹ് മിനയിൽ നമ്മുടെ മുന അതായിരിക്കണം. നമ്മുടെ മുന വേറെ ഒരു സൗകര്യത്തെക്കുറിച്ചൊക്കെ ആലോചിക്കണം. അവിടെ വിരിപ്പുണ്ടോ, കിടക്കുണ്ടോ, എ സി ഉണ്ടോ എന്നല്ല പറഞ്ഞു നോക്കാം. അതൊക്കെയാണ്. അതൊന്നും അല്ല ചിന്തിക്കേണ്ടത്. ഈ യാത്രയിൽ നമുക്കിതൊന്നും വേണ്ട. എല്ലാവരും തീരുമാനിക്കണം. നമുക്ക് വിരിപ്പ് വേണ്ട, നമുക്ക് കിടക്ക വേണ്ട, നമുക്ക് എ സി വേണ്ട, ഒന്നും വേണ്ട. നമുക്ക് എന്ത് കിട്ടണം? സ്വർഗം കിട്ടണം. ഞാൻ പറഞ്ഞല്ലോ നിങ്ങളോട്, തായിഫിൽ നിന്ന് വരുമ്പോൾ റസൂലുള്ളാഹിന്റെ മൈൻഡ് എന്താണോ അതായിരിക്കണം നമ്മളെ മൈൻഡ്. അതെന്താ? അള്ളാഹുവേ, നിന്റെ കോപമില്ലെങ്കിൽ, നിന്റെ തൃപ്തി കിട്ടുമെങ്കിൽ ഞാൻ എന്തിനും റെഡിയാണ്. റെഡിയല്ലേ എല്ലാവരും? ഇൻഷാ അല്ലാഹ് എല്ലാവരും റെഡി ആകണം. അതാണ്. റെഡിയാണോ അല്ലേ എന്നത് നമ്മുടെ ഹൃദയത്തിലേക്ക് അള്ളാഹ് നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അള്ളാഹ് ഫസനു യസ്സിറുഹു എളുപ്പമാക്കി തരും. എളുപ്പം എന്നത് നമ്മൾ ആഗ്രഹിക്കേണ്ട ഒന്നാണ്, സംശയമൊന്നുമില്ല. എളുപ്പം, ഞാൻ പറഞ്ഞില്ലേ, എളുപ്പമുള്ള ഹജ്ജായിരിക്കണം നമ്മുടേത്. ആഗ്രഹിക്കണം, പക്ഷേ അതങ്ങനെ ആയിരിക്കണം വരേണ്ടത്. ഇതൊരു വല്ലാത്ത രസമാണ് ഹജ്ജ് എന്ന് പറഞ്ഞാൽ. ഇത് പറഞ്ഞാലൊന്നും പൂതി തീരൂല. അത്രയും മനോഹരമാണ് ഹജ്ജ്. എത്ര പറഞ്ഞാലും അവസാനിക്കൂല. അത്ര മനോഹരമാണ്. അത്രയും നല്ല അനുഭവം നമുക്ക് ഇൻഷാ അല്ലാഹ് ഹജ്ജിൽ നിന്ന് കിട്ടും. അല്ലാഹു സുബ്ഹാനഹു വ തആല മബ്റൂറായ, മബ്റൂർ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ വന്നല്ലോ, ഇനി മബ്റൂറായ ഹജ്ജ് നിർവഹിക്കാൻ അള്ളാഹു നമുക്കും ഈ വർഷം ഹജ്ജിന് വന്ന എല്ലാവർക്കും അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. റഹമുർ-റഹീമീനായ റബ്ബേ, ഞങ്ങളൊരു ചെറിയ സംഘമാണ് റബ്ബേ. നിന്നിൽ വിശ്വാസമർപ്പിച്ച് തൗഹീദിൽ ഉറച്ചു നിന്ന് ഒരിക്കലും ശിർക്ക് വരരുത് എന്ന പരിപൂർണമായ ആഗ്രഹത്തോടുകൂടി നിൻ്റെ വീട്ടിലേക്ക് വിരുന്ന് വന്നവരാണ് ഞങ്ങൾ.
അള്ളാഹുവെ ഞങ്ങളെ നീ സ്വീകരിക്കണമേ. അള്ളാഹുവെ ഞങ്ങളെ നല്ല അതിഥികളായി നീ സ്വീകരിക്കണമേ. അള്ളാഹുവെ നീ നിൻ്റെ അതിഥികൾക്ക് നൽകുന്ന ഏറ്റവും നല്ല സൽക്കാരവും ഏറ്റവും നല്ല സമ്മാനവും നൽകി ഞങ്ങളെ നീ യാത്രയാക്കണമേ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. സല്ലല്ലാഹു വസല്ലമ അലാ റസൂലിഹി നബിയിൽ കരീം വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. നമ്മളെ കൂട്ടത്തിൽ വന്ന ഒരാൾ ഹോസ്പിറ്റലിലാണ്. പ്രയാസമൊന്നുമില്ല. ഇതുവരെ അദ്ദേഹത്തിൻ്റെ എല്ലാ ടെസ്റ്റുകളും പോസിറ്റീവാണ്. ബുദ്ധിമുട്ടുകളൊന്നുമില്ല. പക്ഷെ എന്നാലും നമ്മളെല്ലാവരും അദ്ദേഹത്തിന് വേണ്ടി ദുആ ചെയ്യണം. എല്ലാവരും ദുആ ചെയ്യണം. നമ്മുടെ എല്ലാവർക്കും വേണ്ടി ഞാൻ ഹജ്ജിന് വന്ന എല്ലാവർക്കും വേണ്ടിയാണ് ഞാൻ ദുആ ചെയ്യൽ. അങ്ങനെയാണ് നമ്മൾ ദുആ ചെയ്യേണ്ടത്. ഒരാൾക്ക് വേണ്ടി ദുആ ചെയ്താൽ മലക്കുകൾ പറയുന്നല്ലേ, വലക ബിമിസ്ലിഹി ആമീൻ, നിനക്കും അതുപോലെയുള്ളത് കിട്ടട്ടെ. അപ്പോൾ നമ്മൾ വേറൊരാൾക്ക് വേണ്ടി ദുആ ചെയ്യുമ്പോൾ മലക്കുകൾ നമുക്ക് വേണ്ടി എന്ത് ചെയ്യണം? ദുആ ചെയ്യണം. ഭയങ്കരമാണ്. രോഗികളൊക്കെ ഉണ്ട്, പലരും ഉണ്ട് രോഗികൾ. നമ്മുടെ സഹോദരിമാരിൽ ചിലരുണ്ട്. പക്ഷെ അതൊന്നും രോഗമല്ല. അവർക്ക് നിങ്ങൾ എത്തിക്കേണ്ട സന്ദേശം ഇതാണ്. അതൊന്നും എന്തല്ല, അള്ളാഹുവിൻ്റെ വെറുപ്പില്ലെങ്കിൽ, അള്ളാഹുവിൻ്റെ കോപമില്ലെങ്കിൽ അത് മതി. അതാണ് ഈ യാത്രയുടെ ലക്ഷ്യവും. അതാണല്ലോ. അല്ലാതെ നമ്മളൊരു ടൂറ് വന്നതല്ലല്ലോ. ആണോ? അല്ലല്ലോ. നമ്മൾ സ്വർഗം കിട്ടാനുള്ള ടൂറിലാണ്. ഇനി ടൂർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ കുഴപ്പമൊന്നുമില്ല. സ്വർഗം കിട്ടാനുള്ള ടൂറിലാണ്. അപ്പോൾ അതൊരു പ്രയാസമാക്കരുത്. രോഗമോ ചെറിയ പ്രയാസമോ ഒക്കെ ഉണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് അള്ളാഹു ഇതൊക്കെ നമുക്ക് എളുപ്പമാക്കി തരുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ്.